നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. റിയാദിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലയാളി യുവാവ് മരണപ്പെട്ടു. പ്രവാസ ലോകത്തേക്ക് എത്തി 2 മാസം പിന്നിടും മുമ്പ് ഉണ്ടായ മരണം നാടിനെയും വീട്ടുകാരെയും ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. മലപ്പുറത്ത് 55 മൈൽ അരക്കുംപറമ്പ് ചക്കാലക്കുന്നിൽ വീട്ടിൽ സൈനുൽ ആബിദ് എന്ന 34 വയസ്സുകാരനാണ് മരിച്ചത്. റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ വാഹനം ഇടിച്ച് ഗുരുതര പരിക്കേറ്റ് റിയാദിലെ ആശുപത്രിയിൽ ഇദ്ദേഹം 2 ആഴ്ചത്തോളമായി ചികിത്സയിലായിരുന്നു എന്നതാണ് വിവരം. അപകടമുണ്ടായത് 2 ആഴ്ച മുമ്പാണ്. റിയാദ് റിമാൽ ദമാം ഹൈവേയുടെ ഒരറ്റത്ത് നിൽക്കുമ്പോഴാണ് ഒരു ബംഗ്ലാദേശി പൗരൻ ഓടിച്ച വാഹനം നിയന്ത്രണം വിട്ട് ഇദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുത്തത്. ഗുരുതര പരിക്കേറ്റ് റിയാദ് എക്സിറ്റ് 14 അൽ മുവാസത്ത് ആശുപത്രിയിൽ കഴിയുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 1-ന് ഈ യുവാവ് മരിക്കുന്നത്. തൊഴിൽ വിസയിൽ 1 മാസം മുമ്പാണ് സൈനുൽ ആബിദ് സൗദിയിലെത്തിയതെന്നതാണ് വിവരം. അബൂബക്കർ ജമീല ദമ്പതികളുടെ മകനാണ് ഇദ്ദേഹം. ഭാര്യ ഫാത്തിമത്ത് റിഷാദ. ഇദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് റിയാദ് KMCC മലപ്പുറം ജില്ലാ വെൽഫെയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു വരുന്നുണ്ട് എന്ന സൂചനയും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. അതേസമയം UAE-യിൽ ഇത്തരത്തിലുണ്ടാകുന്ന വാഹനാപകടങ്ങൾ അതിരുകടക്കുകയും മരണസംഖ്യ കൂടുകയും ചെയ്യുന്നതിനാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഗതാഗത നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് അധികൃതർ എന്നത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒട്ടേറെ നിയമപരിഷ്കാരങ്ങളാണ് ഇപ്പോൾ UAE സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാഫിക് നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള പുതിയ ഫെഡറൽ ഉത്തരവ് നിയമം 2025 മാർച്ച് 29-ന് പ്രാബല്യത്തിൽ വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ജയ് വാക്കിംഗ് മുതൽ ലഹരി മരുന്ന് ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് വരെയുള്ള വിവിധ ട്രാഫിക് ലംഘനങ്ങൾക്ക് തടവും 2 ലക്ഷം ദിർഹം വരെ കനത്ത പിഴയും ചുമത്തുന്നതാണ് പുതിയ നിയമങ്ങൾ. ലഹരി മരുന്ന്, സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാധീനത്തിൽ വാഹനം ഓടിക്കുന്നത് പോലുള്ള ലംഘനങ്ങൾക്ക് 2 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തിയേക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തടവും 30,000 ദിർഹത്തിൽ കുറയാത്ത പിഴയും കോടതി വിധിക്കും. 6 മാസത്തിൽ കുറയാത്ത കാലയളവിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള ശിക്ഷയും കോടതിക്ക് തീരുമാനിക്കാം. രണ്ടാമതും കുറ്റം ആവർത്തിച്ചാൽ 1 വർഷം വരെ തടവും 3-ാമത്തെ പ്രാവശ്യത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കലുമായിരിക്കും ശിക്ഷ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് തടവും 20,000 ദിർഹത്തിൽ കുറഞ്ഞതോ 1 ലക്ഷം ദിർഹത്തിൽ കൂടാത്തതോ ആയിട്ടുള്ള പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്നോ ശിക്ഷയായി നൽകിയേക്കും. നിയമലംഘകന്റെ ഡ്രൈവിംഗ് ലൈസൻസ് 3 മാസത്തിൽ കുറയാത്ത കാലയളവിലേക്കാണ് കോടതി സസ്പെൻഡ് ചെയ്യുക. രണ്ടാമതും കുറ്റം ആവർത്തിച്ചാൽ 6 മാസവും 3-ാം തവണ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കലുമാണ് ശിക്ഷ. നിയുക്ത പ്രദേശങ്ങളിൽ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ റോഡിന് കുറുകെ കടക്കുന്നയാൾക്ക് തടവും 5,000 ദിർഹത്തിൽ കുറഞ്ഞതും 10,000 ദിർഹത്തിൽ കൂടാത്തതുമായിട്ടുള്ള പിഴയും അല്ലെങ്കിൽ ഇത് രണ്ടും നൽകുന്ന രീതിയിലും ശിക്ഷ വിധിക്കാം. കുറ്റം അപകടത്തിൽ കലാശിച്ചാൽ ശിക്ഷിക്കപ്പെടും. 80 കിലോമീറ്ററോ അതിൽ കൂടുതലോ വേഗപരിധിയുള്ള നിയുക്ത സ്ഥലങ്ങളിൽ നിന്ന് കടക്കുന്നവർക്ക് ഉയർന്ന പിഴ ചുമത്തപ്പെടും. 3 മാസത്തിൽ കുറഞ്ഞ തടവും 15,000 ദിർഹത്തിൽ കുറയാത്ത പിഴയും അല്ലെങ്കിൽ ഈ രണ്ട് പിഴകളിൽ ഒന്ന് എന്ന രീതിയിലായിരിക്കും ശിക്ഷയുണ്ടാകുക. എന്തായാലും ഗതാഗത പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾ കൊണ്ടും മലയാളികളടക്കം നിരവധി പേരാണ് അപകടത്തിൽപ്പെടുന്നത് എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നത്.